ഞങ്ങളുടെ കുഞ്ഞ് കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യത കുറവാ. നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ? യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതാ ഇപ്പൊ വേണ്ടത്. എനിക്ക് വല്ലാത്ത ആഹ്ലാദം തോന്നുക. ഈ സന്തോഷ വാർത്ത മായ അറിയിച്ചില്ലെങ്കിൽ പിന്നെ ആരെ അറിയിക്കാന്? ഐശ്വര്യ, കാര്യങ്ങൾക്കൊരു തീർപ്പായോ? ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യം തീർപ്പായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ശ്യാമയോ? എന്ത് ചെയ്യാന്, അവൾക്ക് ജീവനുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. വലിയ ദുഃഖം അഭിനയിച്ച് നിൽക്കുക. പണ്ടേ ഐശ്വര്യ അഭിനയിക്കാൻ പിടിക്കുകയാണല്ലോ. അതെ, ഒരനുജത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള ഏട്ടത്തിയുടെ വേദന ഞാനങ്ങ് അഭിനയിച്ച് തകർക്കുക. വസുന്ധരയോ? ഇവിടെ ഉണ്ട്. നടക്കാൻ പോകുന്ന ഭൂകമ്പമൊന്നും അറിയാതെ നിൽക്കുക. വിഷം കൊടുത്ത കുറ്റം വസുന്ധരയുടെ തലയിൽ കെട്ടിവെക്കാൻ ഐശ്വര്യ വേണ്ട വർക്കൗട്ടുകളൊക്കെ ചെയ്തോണേ. അതിനല്ലേ ഞാൻ ഇവിടെ ലൈവായിട്ട് തന്നെ ഉള്ളത്. എന്റെ വിഷമം അതല്ല. ആനന്ദ നിലയത്തിൽ തെറ്റുകാരിയായി ഭർത്താവിന്റെയും മക്കളുടെയും മരുമക്കളുടെയും മുന്നിൽ വസുന്ധര തകർന്നു നിൽക്കുന്നത് എനിക്കൊന്ന് കാണാൻ കഴിയുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ? അതെല്ലാം മായ നേരിട്ട് കാണുന്നത് എന്തിനാ? ഞാനിവിടെ ഇല്ലേ. നടക്കുന്നതെല്ലാം ഞാൻ വിവരിച്ച് പറഞ്ഞു തരാം. എന്തായാലും വസുന്ധരയെ ജയിലിൽ പോയി ഞാൻ കാണും. ജയിലിനപ്പുറം ഇപ്പുറം വസുന്ധരയും ഞാനും. ഓർക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. അതല്ല, ഓട്സില് വിഷം ചേർത്ത് കൊടുത്ത കാര്യം അവിടെല്ലാം ഫ്ലാഷായി തുടങ്ങിയോ? ഇതുവരെ ഇല്ല. ശ്യാമ കഴിച്ച ഫുഡിൽ നിന്നാണ് വിഷം ഉള്ളിൽ ചെന്നതെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. അത് പോരല്ലോ, വസുന്ധര അത് ചെയ്തേന്ന് മറ്റുള്ളവരറിയണ്ടേ? അതിനെ അറിയാൻ എന്താ ടെൻഷനില്ലേ, ആരും ഒന്നും ഓർക്കാത്തതാ. അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അതല്ല ഇപ്പൊ എന്റെ പ്രാർത്ഥന. ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞ് മാത്രമല്ല, അവിടും കൂടി അടിച്ചു പോയാ എന്റെ ശല്യം തീരും. അമ്മയുടെ പേരിലുള്ള കൊലപാതക കേസ് ഡബിൾ സ്ട്രോങ് ആവുകയും ചെയ്യും. അങ്ങനെ വരണേന്ന് എല്ലാ ദൈവങ്ങളോടും ഞാനും പ്രാർത്ഥിക്കാം. എന്നാ ശരി, ഞാൻ വിളിച്ചോളാം. ശരി, ബൈ. ഡോക്ടറെ, എന്റെ മോക്ക് എങ്ങനെയുണ്ട്? എന്ത് അത്ഭുതം സംഭവിച്ചെന്നറിയില്ല. ശ്യാമയ്ക്ക് ബ്ലീഡിംഗ് നിന്നു. ഉള്ളിലുള്ള കുഞ്ഞ് നഷ്ടമായെന്ന് തന്നെയാ കരുതിയത്. പക്ഷെ ഇനി പേടിക്കണ്ട, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ശ്യാമയ്ക്ക് വേദനയും കുറവുണ്ട്.
എന്റെ ഇത്രയും വർഷത്തെ പ്രാക്ടീസിനിടയ്ക്ക് സത്യത്തിൽ ഇതൊരു മിറാക്കിളായ എനിക്ക് തോന്നുന്നത്. ശ്യാമയ്ക്ക് ഈ ദിവ്യസ്പർശനം ഏൽക്കുന്ന നിമിഷം എല്ലാം നേരെയാവും. ശ്യാമയ്ക്ക് ഉള്ളിലുള്ള കുഞ്ഞിനും ഒരാപത്തും വരില്ല. ദൈവമേ, അമ്മയുടെയും ഉള്ളിലുള്ള കുഞ്ഞിന്റെയും കാര്യത്തിൽ ഇനി ഒരു ഭയവും വേണ്ട. താങ്ക് യു ഡോക്ടർ. ഈശ്വരാ. മോളെ, അഖി, എന്റെ കൃഷ്ണ, നീ എന്റെ മോളെ കാത്തു. നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ശ്യാമേ, അമ്മേ. അമ്മേ, മോളെ, ഇപ്പൊ വേദന തോന്നുന്നുണ്ടോ? ഇല്ലമ്മേ, ഇപ്പൊ നല്ല കുറവുണ്ട്. എന്നെ എന്റെ കൃഷ്ണൻ കാത്തു. ഭഗവാന്റെ പ്രസാദം എന്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് തിരുമേനി പറഞ്ഞതാ, ശ്യാമോക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലെന്ന്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ കാത്തോളൂ എന്ന്. എന്തായാലും എല്ലാവർക്കും ഇപ്പൊ സമാധാനമല്ല. ഒരു മിനിറ്റ്. ഹലോ, മോൾക്കിപ്പോ വിശപ്പ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കഴിക്കണോ? ഒന്നും വേണ്ടമ്മ. ബസു, നമുക്കൊന്ന് ഓഫീസ് ഒരു അത്യാവശ്യമായിട്ട് പോകണം. മിസ്റ്റർ ഡാനിയൽ എവിടെ നമ്മളെ കാത്തിരിക്കുക? ഓ ശരിയാ, പുതിയ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കാൻ ഇന്ന് മീറ്റിംഗ് വെച്ചിരുന്നതാ. ഈ ബഹളത്തിൽ അതങ്ങ് മറന്നു. മോൾക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് ഓഫീസിൽ പോയിട്ട് വരാം. ആ പോകാം. മോളെ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ആ ശരി അമ്മേ. അഖി, ശ്രദ്ധിച്ചോണേ. ശരി അമ്മേ. ശരി മോളെ. അഖി, പോയി വരാം. ശരിയാണ്. ശ്യാമ ലാസ്റ്റ് എന്ത് ഭക്ഷണമോ കഴിച്ചേ? അത് വീട്ടിൽ നിന്നാ കഴിച്ചേ. എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? ഇത് മറ്റൊരു അസുഖമല്ല. ശ്യാമ കഴിച്ച ഫുഡിലൂടെ പോയിസൺ ഉള്ളിൽ ചെന്നു. പോയിസണോ? കഴിച്ച ഫുഡിലൂടെയോ? അങ്ങനെ
അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ. ശ്യാമ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് ഓട്സ് കഴിച്ചതാ. അതാ ഞാൻ പറഞ്ഞത്, കഴിച്ച ഓട്സിലൂടെ തന്നെയാ വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ചതെങ്കിൽ വിഷം എങ്ങനെയാ ഏത് രീതിയിലാ ഉള്ളിൽ ചെന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അമ്മയാ ശ്യാമയ്ക്ക് ഓട്സ് കൊടുത്ത്. അങ്ങനെ വരാൻ വഴിയില്ല. അതെനിക്കറിയില്ല, ഇത് പോലീസിൽ അറിയിക്കേണ്ട കേസാ. മോനെങ്ങനെ അച്ഛാ, ഞാൻ അന്ന് വെള്ളം പോലും വേറെ കുടിച്ചിട്ടില്ല. ഓട്സ് അമ്മ തന്നതാ, അത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ അതിലിങ്ങനെ വിഷം വരിക എന്നൊക്കെ പറഞ്ഞ ആലോചിക്കാൻ ഒന്നുമില്ല. അമ്മ തന്ന ഫുഡല്ലേ, അപ്പോ അതിലെ വിഷം അമ്മ തന്നെ മനഃപൂർവ്വം ഇട്ടതാ. മോനെ ഇപ്പൊ മനസ്സിലായില്ലേ, എല്ലാം അമ്മ ചെയ്തതാ. അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല. ഒരിക്കലും എന്റെ അമ്മ അങ്ങനെ ഇല്ല. അമ്മ അങ്ങനെ ചെയ്യില്ല. മോനെ വേറെ എങ്ങനെങ്കിലും വിഷം ഉള്ളിൽ ചെന്നായിരിക്കും. ആര് പറഞ്ഞു? ഇത് അമ്മ കൊടുത്ത ഓട്സിൽ തന്നെയാ. റിസൾട്ട് കള്ളം പറയില്ലല്ലോ. ആലോചിക്ക്, മൂന്നാളും ശരിക്കും ആലോചിക്കും. അമ്മയാണെന്നൊന്നും നോക്കണ്ട, എന്നിട്ട് വേണ്ടത് ചെയ്. അമ്മ കൊടുത്ത ഓട്സിൽ എങ്ങനെയാ വിഷം വന്നേ? എന്റെ അമ്മ ഇങ്ങനെ ചെയ്യൂ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ അഗി, അമ്മയുടെ എന്ത് അഭിനയ കാണിച്ചത്? ശ്യാമയെ തഴുകുന്നു, കണ്ണീരൊഴുക്കുന്നു, ഓടുന്നു, ചാടുന്നു. മനസ്സിലിരിപ്പ് ഇതാണെന്ന് ആരറിഞ്ഞു? അമ്മ പല ക്രൂരതകളും ശ്യാമയ്ക്കെതിരെ ചെയ്തിട്ടുണ്ട്.
എന്റെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് പലതിനും ഞാൻ കൂട്ടു നിന്നിട്ടുമുണ്ട്. പക്ഷെ ഈ ഒരു അവസരത്തില്, അതും ശ്യാമയുടെ ഉള്ളിൽ ഒരു കുഞ്ഞുകൂടെ ഉള്ളപ്പോ, ഇങ്ങനൊരു പാതകം ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? ശ്യാമയുടെ കാര്യം പോട്ടെ, ശ്യാമയുടെ ഉള്ളിലുള്ള ആ കുഞ്ഞ് അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത്? ഒന്നുമില്ലെങ്കിലും അമ്മയുടെ അഖിമോന്റെ കുഞ്ഞല്ലേ അത്. ഇതിനു മുൻപും പലതവണ അമ്മ സ്നേഹത്തോടെ വീട്ടിൽ വിളിച്ചു വരുത്തി എത്ര തവണ ശ്യാമയെ ചതിക്കാൻ നോക്കിയിട്ടുണ്ട്. എല്ലാം ആക്കിക്ക് ഓർമ്മയുണ്ടല്ലോ. ഏയ് ഇല്ല, ഒന്നും ആക്കി മറന്നിട്ടുണ്ടാവില്ല. അങ്ങനെ മറക്കാനാവില്ല, എനിക്കറിയാം. അന്ന് തറവാട്ടിൽ പിറന്ന റിച്ചായ നല്ല എഡ്യൂക്കേഷനുള്ള 3 പെൺകുട്ടികളുടെ ഫോട്ടോയാ ഇത്. ഈ 3 പേരിൽ ആരെയാ എന്റെ അഖിക്ക് ഇഷ്ടമായ ആ ആളെ ഇവന് തിരഞ്ഞെടുക്കാം. ഇതിൽ അഖിക്ക് ഇഷ്ടമുള്ളത് ആരോ ആ പെൺകുട്ടിയെ ഞാൻ ഇവന് വിവാഹം കഴിച്ചു കൊടുക്കും. ശ്യാമേ, എന്താ ശ്യാമേ? സർ, നമുക്ക് പോവാം. എന്താ എന്താ പറ്റിയേ? നമുക്ക് പോവാം. പോവാനോ? എനിക്കിപ്പോ പോണം. എന്താ എന്താ കാര്യം? സർ, നമുക്ക് പോവാം. സമയം എന്താ? എനിക്ക് പോണം. പക്ഷേ അന്ന് അമ്മ അത്രയും വിഷമം തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്താ സംസാരിച്ചെന്ന് ശ്യാമ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാ അക്കാര്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ എന്താ അന്ന് അമ്മ ശ്യാമയോട് പറഞ്ഞേ? അത് കേട്ടാ അഖി ഞെട്ടും. ഐശ്വര്യടുത്തി കാര്യം പറ. എന്നാ കേട്ടോ. എന്റെ അഖിമോന്റെ ജീവൻ അപകടം വരാതിരിക്കണമെങ്കിൽ നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ അങ്ങ് അബോർട്ട് ചെയ്യണം. ഇനിയിപ്പോ അതാ നീ ചെയ്യേണ്ടത്. നീ ഇവിടെ താമസിക്ക. അബോർഷനുള്ള ഏർപ്പാടുകൾ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം. ഇപ്പോ അമ്മയുടെ മനസ്സിലിപ്പോ എന്തായിരുന്നു എന്ന് അക്കിക്ക് മനസ്സിലായില്ലേ? ശ്യാമ അതനുസരിച്ചില്ല. അപ്പോ അമ്മ പുതിയ തന്ത്രം മെനഞ്ഞു. നിങ്ങളെ തന്ത്രത്തിൽ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു. ശ്യാമയോട് അമിത സ്നേഹം കാണിച്ചു. ഒടുവിൽ അമ്മ എന്ത് നിശ്ചയിച്ചോ കൂളായിട്ട് അതങ്ങ് നടപ്പിലാക്കി. എനിക്ക് ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ആ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ, അതും സ്നേഹത്തോടെ കൊടുത്ത ഭക്ഷണത്തിലെ വിഷം ചേർക്കുക, ഓർക്കുമ്പോ സഹിക്കുന്നില്ല അഖി. ഒരിക്കലും ഈ ക്രൂരതയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. അത് എന്റെ സ്വന്തം അമ്മയാണെങ്കിലും ഞാൻ കൂട്ടുനിൽക്കില്ല. എന്റെ പൊന്നഖി, ഞാൻ നിന്നെ വിശ്വസിച്ച ഇത്രയും പറഞ്ഞത്. ഇതൊക്കെ ഞാനാ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഒറ്റ കൊടുക്കരുത്. ഐശ്വര്യടുത്തി അത് പേടിക്കണ്ട. എന്നാലും എന്റെ അമ്മ, എന്റെ കുഞ്ഞിന് ഇത്ര ക്രൂരത അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നോ ഈശ്വര? ഇത് എങ്ങനെ ഒരു മോൻ സഹിക്കുക? ഇല്ല, ഇതിന് ഇന്നൊരു തീർപ്പ് ഞാൻ ഉണ്ടാക്കും. അമ്മ മോൻ ബന്ധം ഇന്നത്തോടെ അവസാനിക്കണം.
രാഖിയുടെ ദേഷ്യം കണ്ടാലറിയാം ഇന്ന് ആനന്ദ നിലയത്തിൽ ഒരു ഭൂകമ്പം നടക്കും. ശ്യാമേ പതുക്കെ. ക്ഷമ സൂക്ഷിച്ച്, പേടിക്കണ്ട, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. മോളെ, നല്ല ക്ഷീണമുണ്ട്. മോള് അകത്ത് ചെന്ന് കുറച്ചു നേരം കിടക്ക്. ചെല്ല്. മോള് പോയി കിടന്നു. അമ്മ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവരാം. ജ്യൂസ് എന്തിനാ? ഇനി ശ്യാമയുടെ ബാക്കിയുള്ള ജീവനും കൂടി ഇങ്ങ് എടുക്കാനാണോ?